അമ്മ ഹായ് ഗുഡ് മോർണിംഗ്. എനിക്ക് ഗുഡ് മോർണിംഗ് വേണ്ട. എന്താ ഇന്ന് രാവിലെ ഞാൻ എണീച്ചു വരുമ്പോൾ അമ്മ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നടത്തും. പിന്നെ രണ്ടാമത് അമ്മ ഗുഡ് മോർണിംഗ് അമ്മ പറയുമ്പോൾ കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് പോയില്ലേ അമ്മ? പിന്നെ ഹായ് ഗുഡ് മോർണിംഗ് ഇങ്ങനെ പറയണോ നമുക്ക്? അങ്ങനെ പറയണ്ട, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞവിടെ എല്ലാവർക്കും കേട്ടോ. അപ്പൊ നടുവിൽ എന്തൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിട്ടുപോയതാ, സോറി കേട്ടോ. എന്തുകൊണ്ട് രാവിലെ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞില്ല? സൗകര്യം കണ്ടോ, മുറ്റത്തെ മുല്ലയ്ക്ക് അന്നും ഇന്നും എന്നും മണല്ല കേട്ടോ. അതേ മുല്ല ഫുട്പാത്തിൽ വെക്കാൻ വെച്ചിട്ട് ഭയങ്കര വിലയാണ്. അതെ, ഞാൻ ഇന്നുണ്ടാക്കുമ്പോഴത് എന്താ അറിയോ, ഒരു അവരയ്ക്ക് ഉരുളങ്കിഴങ്ങും കൂടിയിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടി കേട്ടോ. അത് കൂടിയതാണോ നമ്മൾ അതിനെ കൂട്ടിച്ചതാണോ? കൂട്ടിച്ചതാണ്. ഇത് എന്ത് വേണമെങ്കിലും ഇടാം, കായ അതൊക്കെ ഇടാം, ചേന കായൊക്കെ ഇടും. ഇതിപ്പോ ഞാൻ ഉരുളങ്കിഴങ്ങ് ഇത്രയൊക്കെ ഇട്ടാൽ മതി. അവരയ്ക്ക് ഉരുളങ്കിഴങ്ങ്. അതിന് വേണ്ട സാധനങ്ങള് വെളുത്തുള്ളി. ഇതിന് ചെറിയ ഉള്ളിയോ സബോളയോ ഒന്നും വേണ്ട. വെളുത്തുള്ളി പറയും. ചെറിയുള്ളി സബോള ഒന്നും വേണ്ട. വെളുത്തുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, പച്ചമുളക്, കടുക്, മഞ്ഞൾ, ഉപ്പ്. ഓക്കെ, അപ്പൊ ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഓക്കെ, ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് എന്ന് ഞാൻ പറഞ്ഞു ഇല്ല, പക്ഷെ നീ അത് കേൾക്കാത്ത പോലെ നിന്നു. അപ്പൊ ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ കൈകൊണ്ട് കാണിച്ചു. അത് അച്ഛന്റെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞായിരിക്കും. അച്ഛനൊക്കെ അമ്മ വ്യക്തമായിട്ട് മോനേട്ടാ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു. അതല്ല, നിന്റെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ നീ കേൾക്കാത്തപ്പോൾ അമ്മ ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞു ഗുഡ് മോർണിംഗ്. പിന്നെയും പറഞ്ഞപ്പോ ഇത് കളിയാക്കലാന്ന് മനസ്സിലായപ്പോ ഞാൻ ഇപ്പോൾ കളിയാക്കലാവുന്നു. അതാണ് സത്യം, അവിടെയാണ് സത്യം. അത് ശരിയാണ്, നമുക്ക് ഓർമ്മയുണ്ടോ ടെസ്റ്റ് ചെയ്താ കേട്ടാ. ഇപ്പൊ ലോകത്ത് ആർക്കും കിട്ടാത്ത അമ്മയ്ക്ക് മാത്രം കിട്ടുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ഞാൻ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അതെ, നമ്മുടെ ആട്ടിലെ വെളിച്ചെണ്ണ ശുദ്ധം തന്നെയാണ്. അമ്മ ഇരുന്ന് ആട്ടുന്നതാണ് ഇവിടെ. അമ്മ ഇരുന്ന് ആട്ടിലെയോ ആട്ടിക്കുന്നതാണെങ്കിലും നമ്മൾ നാളികേരം കൊടുത്തിട്ടല്ലേ. അച്ഛനെ കൊണ്ട് ആട്ടിക്കുന്നതാണ്. അച്ഛനാണോ നാളികേരാട്ടുന്നത്? അല്ല, പറയാ അത്രയും ശുദ്ധാണ് പറയാ. നീ വലിയ പയർ കുറവ് വേണ്ടല്ലോ. എന്തേ എന്നെ ഒരു കാര്യം പറയൂ. ഇതാണ് കടുക്. കടുകൊന്ന് പൊട്ടട്ടെ. ശുദ്ധമായ കടുകാണ്. അല്ല, എല്ലാത്തിനും അമ്മ ഒരു ശുദ്ധം. അല്ല, എല്ലാത്തിനും അമ്മ ഒരു ശുദ്ധം കൊണ്ടുവരാനുണ്ടല്ലോ. അതാണ് ഞാൻ പറയുന്നത്. അല്ല, അമ്മ പറഞ്ഞ ഇതാണ്, ഇത് നേരെ ഉണക്കമുളക് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് അമ്മ പൊട്ടിച്ചുകൊണ്ടതാണ്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഇതൊക്കെ ഈ അമ്മൂസിൻ്റെ ഇഷ്ട വിഭവങ്ങളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് അമ്മൂസ് ഒരു ചോറ് കഴിക്കുള്ളൂ. മീൻസ് ഇത് മാത്രമല്ല, പച്ചക്കറിയുടെ എന്തെങ്കിലും ഒരു ഐറ്റം ഇല്ലാതെ പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. സത്യമാണത്. പണ്ട് പറഞ്ഞ 10 വർഷം മുമ്പ് എനിക്ക് പച്ചക്കറി വേണം, നിർബന്ധമില്ല. മീനൊക്കെ കൂട്ടി ഇറങ്ങി നന്നായിട്ട്. ഇപ്പൊ ഞാനത് അതിനോട് വലിയ താല്പര്യമില്ല. അതാണ് എനിക്കെന്താ കുഴപ്പം? അല്ല, ഞാൻ പറയാ. അപ്പൊ ഇതൊന്നും ഇങ്ങനെ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് കറിവേപ്പില ഇടുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ തിരിച്ചു പോകണം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തിട്ട് നിന്നോട്, ഭയങ്കര ബുദ്ധിശാലിയല്ല. അല്ല, അതൊരു ആക്കലാണ് കേട്ടോ. ഭയങ്കര അത് വേണ്ട. ബുദ്ധിശാലി ആണെങ്കിൽ പറഞ്ഞാൽ മതി. അത് എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ അവനവനത്തിൽ ബുദ്ധിയുള്ളവനാണെന്നുള്ളത്. അപ്പൊ എന്താ അറിയോ, നമ്മളിപ്പോ വീട്ടില് നമ്മള് ദൈവത്തിനെ പൂജിക്കുകയോ വിളക്ക് വെക്കുകയോ എല്ലാം ചെയ്യുന്നത്. എന്നാലും നമ്മള് ഇടയ്ക്ക് അമ്പലത്തിലൊന്ന് പോകണം, പള്ളിയിലോ അമ്പലത്തിലൊക്കെ നമുക്ക് പോകണം എന്ന് പറയുമല്ലോ. അതെന്തുകൊണ്ടാണ് എന്നൊന്ന് പറയാമോ? അത് മെയിനായിട്ട് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ, കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ വിളക്ക് കത്തിക്കുകയാണോ പൂജയാക്കുകയാണോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ മൊബൈലൊന്ന് ലിങ്ക് അടിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പോയിട്ട് ഒരു TV ഓൺ ചെയ്യും, അല്ലെങ്കിൽ അപ്പുറത്ത് കോളിംഗ് ബെല്ല് വന്നിട്ട് ആരെങ്കിലും അടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമുക്ക് ചെയ്യാണ്ടാവും എന്നുള്ളൊരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. അങ്ങനെ പല ഡിസ്റ്റർബൻസും ഉള്ളത് കൊണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ അതുണ്ടാവില്ല. കാരണം അമ്പലത്തിൽ പോണത് ആ ദൈവത്തെ കാണാനും പ്രാർത്ഥിക്കാനും മാത്രമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ, തിയേറ്ററിൽ പോകുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ സൈലൻ്റാക്കി വെച്ചു, സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. കാരണം ആ സമയത്ത് ആരും നമ്മളെ വിളിക്കരുത്. കാരണം നമ്മുടെ ഉദ്ദേശം അവിടെ സിനിമ കാണുക എന്നുള്ളതാണ്. അമ്പലം എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം ഭക്തിയോടുകൂടി അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനെക്കാട്ടിലും വലിയൊരു സത്യം എന്താണെന്ന് പറഞ്ഞാൽ,
എന്തുകൊണ്ടാണ് അമ്പലത്തിലും പള്ളിയിലും പോകണമെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ ചോദ്യം ചോദിക്കണം, ഞാൻ പറയാത്തതായിട്ട് മറ്റുള്ള വലിയ വലിയ ജ്ഞാനികൾ പറഞ്ഞ പ്രകാരം എന്താ പറയാന്ന് പറഞ്ഞാൽ, ഈ അമ്പലത്തിൻ്റെ ഐഡൽ എന്ന് പറയുന്ന ഒരു മിരർ പോലെയാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നമ്മുടെ നന്മയുടെ റിഫ്ലക്ഷനാണ് അവിടെ ചെല്ലുന്നതാണ് പറയുക, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു വിഗ്രഹം എന്താ, നമ്മുടെ ഒരു സങ്കല്പമാണിത്, ദൈവമാണെന്നൊരു സങ്കല്പമാണ്. അപ്പോൾ അതൊരു മിററാണ്. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ അർപ്പിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ മിക്കവാറും ആൾക്കാർ, ഫോർ എക്സാമ്പിൾ അമ്മയോ ഒക്കെ ആയിക്കോട്ടെ, എല്ലാവരും സ്വന്തം സ്വാർത്ഥത, ഞാൻ നന്നാവണം, എൻ്റെ കുടുംബം നന്നാവണം, എൻ്റെ ഭർത്താവ് നന്നാവണം, എൻ്റെ മക്കൾ നന്നാവണം, എൻ്റെ അടുത്ത് എന്തെങ്കിലും എനിക്ക് ഇനിയും വേണം, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പിറന്നാളുകൾ, അങ്ങനെ അവനവൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം, അവനവൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരും, പിന്നെന്താന്ന് പറഞ്ഞാൽ പുറമെ എന്തൊക്കെയോ നമ്മൾ വേണ്ടാത്തത്, ദൈവത്തിന് പുറക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടും അമ്പലത്തേക്ക് വന്നിട്ട് വെളുത്തുള്ളി ഇതൊക്കെ എപ്പോഴും എന്താ പറഞ്ഞാൽ നമ്മൾ എണ്ണയിലും മൂപ്പിക്കണ്ട. അപ്പോൾ ഈ കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെയോ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഒരു മാസങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ ഒരിക്കലും ദൈവം പുറക്കാൻ പറ്റാത്ത തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നൊരു ചില അന്ധമായ വിശ്വാസമാണ്. കാരണം എന്താ പറഞ്ഞാൽ, ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയി കൈ തൊഴുത് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന കുറ്റങ്ങൾ മുഴുവനും ചെയ്തിട്ട് ദൈവം പോലും പൊറുക്കാത്ത കുറ്റമൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് പോയി തൊഴുത് കഴിഞ്ഞാൽ എൻ്റെ കുറ്റങ്ങളെല്ലാം മാഞ്ഞു പോകുന്നുള്ള മണ്ട ചിന്തകളുള്ള മനുഷ്യരും പോകാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും അമ്പലത്തിൽ പോകണമെന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ചിന്തകൾ, സ്വാർത്ഥരായ മനുഷ്യന്മാർ, ഉണ്ടായിട്ട് വേണമെന്ന് വീണ്ടും പറയുന്ന മനുഷ്യന്മാർ, സ്വന്തം ഭാര്യയെ ദ്രോഹിച്ചവർ, ഭർത്താവിനെ വഞ്ചിച്ചവർ, അമ്മായിയമ്മനെ പീഡിപ്പിച്ചവർ, അമ്മായിയമ്മ പീഡിപ്പിച്ച മരുമകൾ, അങ്ങനെ പല ആൾക്കാരൊക്കെ പോകാറുണ്ട്. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കുറ്റങ്ങളും ചെയ്തിട്ട് പോയി നിൽക്കുന്നവരുടെ മുഴുവൻ വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് അമ്പലമാണ്, ഇവിടെ പോയി കഴിഞ്ഞാൽ എന്തോ ഇന്നലെ വേറെ നീ ചെയ്തൊക്കെ ഇന്ന് മാറ്റി കഴിയും ഭഗവാൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ അമ്പലം എന്ന് പറഞ്ഞാൽ ഒരു ഐഡൽ, ഒരു മിറർ പോലെയാണ്. അവിടെ നമ്മളൊരു 100 പേര് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 1-2 പേർക്ക് യഥാർത്ഥമായ ഭക്തി ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥമായ ഭക്തി എന്ന് പറയുന്ന ഒരു പുണ്യമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ബാക്കിയുള്ള 98 പേർക്കും യഥാർത്ഥമായിട്ട് ആ ഭക്തിയുടെ റിഫ്ലക്ഷൻ അങ്ങോട്ട് കിട്ടും. ആ പുണ്യത്തിൻ്റെ ഒരു ഫലം കൂടി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കൂട്ടമായ പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നമ്മൾ പങ്കുചേരുമ്പോൾ 10 പേർ അതിൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന 100 പേർക്കും അതിൻ്റെ ഫലം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണോ ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളും നടക്കുന്നത് അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ശുദ്ധമാവും, നമ്മുടെ ചിന്തകളുടെ ഒരു വ്യത്യാസം വരും. പിന്നെ എസ്പെഷ്യലി അമ്പലത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മാറ്റം വരും. ഇല്ലയെന്ന് തോന്നുന്നൊരു നന്മയും കൂടെ നമ്മുടെ ഉള്ളിലേക്ക് വന്നു എന്ന് തോന്നും. ഇതാ എനിക്കറിയുന്ന സത്യം, ഇതിനെ കൂടുതൽ എനിക്കറിയില്ല. ഇത്രയ്ക്കല്ലേ ഉണ്ടാവാൻ പറ്റില്ല. ഇതിനെക്കാളുള്ള അറിവുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും മലയ്ക്ക് മുകളിൽ പോയിട്ട് ഒരു ആശ്രമം കിട്ടിയിരിക്കില്ല. എല്ലാവരും ആസ്പത്രിയിലാക്കിയിട്ടുള്ള കഥ പറയല് വേണ്ട കേട്ടോ. ആ പദം തന്നെ അതാക്കി കഥ പറഞ്ഞോളൂ. ഒരു തീർത്ഥാടനം ഇതിന് പോണ ബസ്, അതിൽ 40 പേര് തീർത്ഥാടകരുണ്ട്. അവര് എല്ലാ ദൈവസ്ഥലങ്ങൾ, അതായത് അല്ല, ഞാനൊരു ചോദ്യം അതിൻ്റെ ഇടയ്ക്ക്. ഈ 2 ദിവസം മുമ്പ് പ്ലെയിന്, 1 ദിവസം മുമ്പ് ട്രെയിന്, ഇപ്പം ബസ്, എല്ലാം യാത്രയിലാണല്ലോ കഥകൾ മുഴുവനും. ഇരിക്കട്ടെ. അപ്പൊ അവര് ഈ നോർത്ത് ഇന്ത്യയിലെ ഈ മലമുകളിലെ കുറെ അമ്പലങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ, ഹിൽ സ്റ്റേഷനിലൊക്കെ അവിടെ കുറെ അമ്പലങ്ങളുണ്ട്. അത് മലയാളത്തിലെ മലമുകളിൽ തന്നെ പറയാ, മലയാള പ്രദേശം. അമ്മയ്ക്ക് പറയാൻ പാടില്ല എന്നല്ല, അത് 2 ഭാഷ എന്തിനാ പറയണ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ഉള്ള അമ്പലങ്ങളിലൊക്കെ തീർത്ഥാടനം കഴിഞ്ഞ് ഇവരും മടങ്ങുക. മടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിജനമായ ഒരു സ്ഥലം, അതായത് കുറെ വീടുകളോ അങ്ങനെയൊന്നും ഇല്ല, കുറെ മരങ്ങളും ഒരു എന്താ പറയാ കുന്നും മേടും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു ബസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പ്രകൃതി ഒന്ന് ക്ഷോഭിച്ചു. അതായത് പ്രകൃതിയിൽ വല്ലാത്തൊരു മാറ്റം, ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാറ്റം. അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോ എന്നോട് കാണിക്കുന്ന ഒരു മാറ്റമല്ലേ, അതുപോലത്തെ മാറ്റം പ്രകൃതിയിൽ വരും. ഇത് നമ്മുടെ മുഖത്തൊരു മാറ്റം പറ്റേ, ആ ചെറിയ മാറ്റം വന്നാൽ അതൊക്കെ നമുക്കൊരു ഭീകരമായിട്ട് തോന്നിപ്പോകും ചിലപ്പോ. ആവട്ടെ, ആ ഭീകരമായ മാറ്റം, അങ്ങനെ ഒരു മാറ്റം. ആ മാറ്റം കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര പേടിയായി. എന്തായി?
പേടി. പേടി. ആ, എന്താന്ന് പറഞ്ഞാൽ എന്താന്ന് പറയൂ. പ്രകൃതി ക്ഷോഭിച്ചു എന്ന് പറഞ്ഞ പേടി തന്നെയല്ലേ. അതന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇടിയും മിന്നലും ഭയങ്കരമായിട്ടുള്ള മഴയും കാറ്റും എല്ലാം ഒരുമിച്ച് അത് വല്ലാത്തൊരു മാറ്റാണ്. അപ്പൊ എന്താ പറയുക, ഏതൊരു മനുഷ്യനും ഭയന്ന് പോകും. കാരണം എന്താ, പ്രകൃതിയിൽ വരുന്ന മാറ്റത്തിനേക്കാളും വലിയ ഒരു പേടിപ്പെടുത്തുന്ന മാറ്റം വേറെ ഒന്നുമില്ല. അമ്മക്ക് എത്ര ഒന്നും വരണ്ട, ചെറിയ ഇടിമിന്നൽ വന്നാൽ നമ്മ വീട്ടിനുള്ളിൽ ഇരുന്ന് പേടിക്കും. പിന്നെ അവന്റെ കാര്യം ആലോചിച്ച് നോക്ക്. അപ്പൊ അങ്ങനെ ആ ബസ്സിലുള്ള ആൾക്കാർ മുഴുവൻ പേടിച്ച്, ഭഗവാനെ ഞങ്ങൾ ഇത്രയും അമ്പലങ്ങളിലൊക്കെ പോയി വന്നിട്ട് ഞങ്ങൾ ചെയ്ത പാവങ്ങളൊന്നും തീർന്നില്ലേ, ഞങ്ങൾ എന്തെങ്കിലും അറിയാതെ ചെയ്തു പോയ പാവങ്ങളുണ്ടെങ്കിൽ അത് തീർന്നില്ലേ എന്ന് പറഞ്ഞ് ഇവര് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്നും പറഞ്ഞിങ്ങനെ ഭയഭീതരായിട്ട് ഇരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ പേടിച്ചിട്ട്. അപ്പോ കുറച്ച് ദൂരം ബസ് എങ്ങനെയൊക്കെ എടുത്തിട്ട് ഈ ഡ്രൈവർക്ക് ഒരു സമാധാനമില്ല വണ്ടി ഓടിക്കാൻ. അപ്പൊ ആ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി കഴിഞ്ഞിട്ട് ഇയാള് ഈ ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയാ, നിങ്ങള് അത് കേൾക്കുവോ, എന്റെ മനസ്സിൽ തോന്നിയൊരു ചിന്തയാണ്, അത് നിങ്ങളൊന്ന് കേൾക്കണം എന്ന് പറയും. അപ്പൊ പറയൂ, ഈ സമയത്ത് നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ, നിങ്ങൾ പറഞ്ഞോളൂ. മനുഷ്യനൊരു നല്ല സ്വഭാവം ഉണ്ട് കേട്ടോ. പേടിച്ച് പറിച്ച് ഇരിക്കുന്ന സമയത്ത് ആരെന്ത് പറഞ്ഞാലും കേൾക്കും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും കേൾക്കില്ല മനുഷ്യന്മാര്. നമ്മുടെ സ്വഭാവമാണ്. അപ്പൊ ഇവര് എന്താ പറഞ്ഞോളൂ പറയും. അപ്പൊ ഇയാൾ പറയും, ഇതിൽ ഏതെങ്കിലും ഒരാള് ക്ഷമിക്കാൻ പറ്റാത്ത അത്രയും പാവങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇത്രയും അമ്പലങ്ങളിലൊക്കെ പോയാലും തീരാത്ത പാവമായിരിക്കും അതുപോലെ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ആ ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ആ ഒരാള് ആരാണെന്ന് തിരിച്ചറിയണം നമുക്ക്. എന്നിട്ട് ആ ആൾ ഒരു ത്യാഗത്തിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഒരാള് ഞാനാണ് പറഞ്ഞിട്ട് വരും. അങ്ങനെയല്ല, അതിനുള്ളൊരു നിർദ്ദേശം വെക്കുന്നുണ്ട്. ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്. അപ്പൊ ആള് അത് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ട് പറയാം, അതിന് നിങ്ങൾ എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ ഒരാള് പാവം ചെയ്തവരാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ മരിക്കും. ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മരിക്കും. അപ്പൊ അതിനേക്കാളും നല്ലതല്ലേ ഒരാള് എന്തെങ്കിലും അപകടത്തിൽ പാവം ചെയ്തിട്ട് അവർ പോയിട്ട് മറ്റുള്ള 38 പേരും ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് പറയുക, ഒരു മരം നേരിട്ടൊരു മരം കാണിക്കും. ആ വൃക്ഷത്തില് പോയിട്ട് ഇടിമിന്നലും മഴയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഓരോരുത്തരായിട്ട് ഇറങ്ങി പോയിട്ട് ആ വൃക്ഷത്തിൽ തൊട്ട് നമസ്കരിക്കും. എന്നിട്ട് വണ്ടി കയറിയിരിക്കണം എന്ന് പറയും. അപ്പൊ പാവം ചെയ്തവരാണെങ്കിൽ അവരവിടെ ഇടിമിന്നലായിട്ടോ എന്തെങ്കിലും അവർ മരിക്കും. പക്ഷെ മറ്റുള്ള 38 പേരും 39 പേരും രക്ഷപ്പെടാം. നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുമല്ലോ. അപ്പൊ എല്ലാവരും പരസ്പരം ആലോചിച്ചിട്ട് പറയും, എന്തായാലും നമ്മളെല്ലാവരും മരിക്കും. അപ്പൊ ഒരു നല്ല കാര്യം ചെയ്യാം, ഞാൻ ഒരാൾ മരിച്ചാൽ മറ്റുള്ളവർ, അങ്ങനെ എല്ലാവരും മനസ്സിൽ ചിന്തിച്ചിട്ട് ഓരോരുത്തരായി പോയി ആ വൃക്ഷത്തെ നമസ്കരിക്കും. അങ്ങനെ ഈ 39 പേരും അത് നമസ്കരിച്ച് തിരിച്ചു വന്നു. അപ്പൊ അവസാനം ഒരാളല്ലേ ഉള്ളൂ, ഈ 40 പേരല്ലേ. ഈ ഒരാള് ലാസ്റ്റ് ഒരാളെ ഇരിക്കുന്നുണ്ട്, അയാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മൗനമായിട്ട്, ശരിക്കും അമ്മ ഇരിക്കുമ്പോൾ തന്നെ. അപ്പൊ പറയാ എല്ലാവരും ഇയാളുടെ ദേഷ്യത്തിൽ നോക്കുക, എല്ലാവരും നമ്മളെല്ലാരും തിരിച്ചു വന്നു കഴിഞ്ഞു. പക്ഷെ ഈ മനുഷ്യനാണല്ലോ ഇത്രയും പാവം ചെയ്തവർ, ഇയാൾ ഒരാൾ ഈ ബസ്സിലുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾക്കൊക്കെ എത്രയും ബുദ്ധിമുട്ട് വന്നത് എന്ന് പറഞ്ഞ് ഇയാളുടെ ഭയങ്കര വെറുപ്പോടെ നോക്കും. എന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് ആ മരത്തിൽ തൊടൂ, ഞങ്ങളെങ്കിലും രക്ഷപ്പെടട്ടെ, നിങ്ങളൊരു ഉപകാരം ചെയ്യൂ, എന്തായാലും മഹാഭാവം ചെയ്തിരിക്കുകയല്ലേ. എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഈ 39 പേർക്ക് ഒന്നും സംഭവിച്ചില്ല. ഇനി ഈ ഇറങ്ങാൻ പോണ മനുഷ്യനാണെന്ന് എല്ലാവരും അങ്ങോട്ട് തീരുമാനിച്ചു, ഉറപ്പായി എല്ലാവർക്കും. എന്നിട്ട് ഈ ഇയാളെ പറയാണ് ഇറങ്ങിപ്പോകുന്നു, അയാൾ പിന്നെയും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പറയാ, നിങ്ങളെന്തായി പോകണം, ഞങ്ങളെല്ലാവരും പോയിട്ട് ഞങ്ങളുടെ ജീവൻ പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോയി ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു വന്നു, നിങ്ങളെന്താ അങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രത്തോളം പാവം ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്താണ്ട് നിങ്ങൾ ഇരിക്കണോ, ദയവ് ചെയ്തിട്ടും ഇറങ്ങിപ്പോകുമെന്ന് പറയും. അപ്പൊ ഇയാൾ ഇങ്ങനെ എല്ലാവരും നോക്കിയിട്ട് ഇയാൾ ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോയിട്ട് ഇയാളും ആ മരത്തിനെ നമസ്കരിച്ചിട്ട്, അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഇടിമിന്നൽ വരും. ഇയാൾ പേടിച്ചിട്ടോ ഇനി ഞാൻ ഇല്ലാണ്ടാവും എന്നുള്ള, ഇയാളുടെ ശരീരത്തിൽ തന്നെ ഒന്ന് അടിച്ച പോലെയൊക്കെ ഇയാൾക്ക് തോന്നും, ഇടിമിന്നലേറ്റ പോലെ. ഇയാൾ പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബസ് നിന്ന് കത്തുന്നു. ആ 39 പേരായിരുന്നു അതിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്. ഈ ഒരാളായിരുന്നു അതിൽ എല്ലാം തികഞ്ഞ പാവം ചെയ്യാത്ത നല്ലൊരു മനുഷ്യൻ. എല്ലാ ആളുടെ രക്ഷകനും മനുഷ്യനുള്ളത് കൊണ്ട് അത്രയും പേർക്ക് ഒരു അപകടം പറ്റാണ്ട് അത്രയും നേരം ഏത് നിമിഷം ആ മനുഷ്യൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയോ അയാൾ ഇറങ്ങിയോ അപ്പൊ അവർക്ക് എല്ലാവർക്കും അപകടം പറ്റി. അപ്പോ
ഈ മനുഷ്യൻ ഇറങ്ങാതിരുന്നെങ്കിൽ അത്രയും പേര് രക്ഷപ്പെടുന്നത്. കാരണം ഒരാളുടെ പുണ്യം കൊണ്ട് ഇത്രയും പേര് രക്ഷപ്പെടുന്നത്. ഇതന്നെയാണ് ഞാൻ അമ്പലത്തിനെ പറ്റി പറഞ്ഞൊരു എക്സാമ്പിൾ, മനസ്സിലായില്ലേ? അതല്ലേ ഞാനും പറഞ്ഞത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ പുണ്യത്തിൻ്റെ ഫലമായിരുന്നു ഇത്രയും വലിയ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ ബസ്സിലിരിക്കുന്ന ആർക്കും ഒന്നും സംഭവിക്കേണ്ടിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാൻ. അവസാനം ആ പുണ്യം ചെയ്ത വ്യക്തിനെ തന്നെ മനുഷ്യൻ സംശയിച്ചു. എപ്പോൾ ആ മനുഷ്യൻ, ആ പുണ്യം ചെയ്ത മനുഷ്യൻ ഇവൻ്റെ സംശയത്തിൻ്റെ നേരിൽ ഇറങ്ങിപ്പോയി തൊട്ടോ ആ നിമിഷം ആ ബസ് അങ്ങോട്ട് കത്തി. അപ്പോഴും അയാളുടെ മനസ്സിലുണ്ടാവും, അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല, ഞാനിവിടെ ഇരുന്ന ഇവർക്ക് അതിൻ്റെ രക്ഷയായിരിക്കുമെന്ന് അയാൾക്കറിയാം. പക്ഷെ അയാൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ. അപ്പം അയാൾ ഇറങ്ങിപ്പോയി. എന്നിട്ടും അയാൾ കുറച്ചു നേരം അവിടെ പഠിച്ചു നിന്നു. പക്ഷെ ഇവർ കേട്ടില്ല. നിങ്ങൾ പൊക്കോളൂ, ഞങ്ങളെ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞില്ലേ? അതാണ് പറയുന്നത്, നമുക്കറിയില്ല ആരാണ് എന്താണെന്നൊന്നും, അല്ലേ? തീർച്ചയായിട്ടും ഭഗവാന്റെ തീരുമാനങ്ങൾ എന്താണെന്നും നമുക്കറിയില്ല. അപ്പോൾ അത് നീ പറഞ്ഞത് കറക്റ്റാണ്. അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ആരെങ്കിലും ഒരു നല്ല 2 or 3 പേര് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ പുണ്യത്തിൻ്റെ ഒരു അംശം പോലും നമുക്ക് കിട്ടും. ആ ഒരു പുണ്യമാണ് അമ്പലത്തിൽ പോകണമായിരുന്നാണ് സത്യം പറയുന്നത് ഐതിഹ്യങ്ങൾ പറയുന്നത്. നമ്മൾ ഏത് മലച്ചോട്ടിലോ എവിടെ നിന്നിട്ട് നമ്മൾ ദൈവത്തിനെ വിളിച്ചാലും ദൈവം കേൾക്കും. കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലൊക്കെ ദൈവമുണ്ട്. പക്ഷെ നമുക്ക് വരാണ്ട് വരുന്നത് എന്താ അറിയോ? നമുക്ക് അത്രയും ഒരു കോൺസെൻട്രേഷൻ വരില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ എത്ര നല്ല പൂജാമുറി ഉണ്ടെങ്കിലും നമുക്കവിടെ പ്രാർത്ഥിച്ചു നമ്മുടെ മനസ്സ് പല രീതിയിൽ ചിന്തിക്കും. ആരെങ്കിലും ഫോൺ റിംഗ് അടിക്കുമ്പോൾ നമ്മുടെ അവിടെ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ടൊന്ന് വാതിൽ കൊട്ടിട്ടു, ആരാണാവോ, ഞാൻ പോയി വാതിൽ തുറക്കണം, അങ്ങനെ ഒരു. പിന്നെ നിങ്ങൾക്കൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു അമ്പലത്തേക്ക് പോയിട്ട് വരികയാണെന്ന് വെച്ചോളൂ. ആ പോണ സമയത്തും വരുന്ന സമയത്തും നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. നമ്മളറിയാതെ ഒരു മാറ്റം ഉണ്ടാവും. എന്തോ നമ്മളൊരു നല്ലത് കണ്ടിട്ട് വരികയാണ്, ഒരു നല്ലത് ചെയ്തിട്ട് വരിക എന്നുള്ള ചിന്ത യഥാർത്ഥത്തിൽ ഒന്നരാടം ദിവസം പോകാൻ ആർക്കും പറ്റിയില്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അമ്പലത്തിൽ പോയാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു വ്യത്യാസം വരും. നമ്മൾ നന്നാക്കാൻ വേണ്ടിയാണ് അമ്പലത്തിൽ പോകുന്നത്. നമ്മുടെ അമ്പലത്തിൽ പോയത് കൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ അമ്പലത്തിൽ പോയിക്കൊണ്ട് നമ്മൾ തന്നെ നന്നാക്കുക എന്നുള്ളതാണ് സത്യം, അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ അധികം ഒന്നുമില്ല. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് എന്താ പറയുക, ഇതിൽ പച്ചമുളകും ഉണക്കമുളകും വെളുത്തുള്ളി ഉള്ളി ഒന്നുമില്ല. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറി, മനസ്സിലായോ? നിനക്ക് പിന്നെ ഇന്നലത്തെ ഉണ്ട്. ഞങ്ങൾ വല്ല മോരോ എന്തെങ്കിലും കൂട്ടിയിട്ട് ഈ ഉപ്പേരിയും കൂട്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു സത്യം കൂടി മനസ്സിലാക്കാണ്ട്, നമ്മുടെ സമൂഹം ഇന്ന് ജീവിക്കുന്നത് യഥാർത്ഥമായിട്ട് നല്ലവരെ പൊട്ടയെന്നും പറയും, പൊട്ട ആൾക്കാരെ നല്ലതെന്നും പറയും. യഥാർത്ഥമായിട്ട് നമ്മൾ സത്യത്തെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നേ ഇല്ല. ഈ ലോകത്ത് എന്താണ് സത്യം, എന്താണെന്നുള്ളത് യഥാർത്ഥമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മൾ ശത്രുവായിട്ട് കാണുക. ഏറ്റവും കൂടുതൽ നമ്മൾ വെറുക്കുന്ന വ്യക്തികൾക്ക് ഒരു കഴിവുണ്ടാവും, നന്നായി സംസാരിച്ച് നമ്മളെ ഒരുപാട് സ്നേഹത്തോടു കൂടെ നമ്മുടെ വലയിൽ വീഴ്ത്താനുള്ള കഴിവുണ്ടാവും. അവരിൽ നമ്മൾ വീണു പോവും. ഒരുപാട് പ്രകടിപ്പിക്കാൻ കഴിവില്ല ചില ആൾക്കാരുണ്ടാവും. ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞ് അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തും. അപ്പോൾ ഈ മാറ്റി നിർത്തപ്പെടുന്ന ചില വ്യക്തികളായിരിക്കും കേട്ടോ ചിലപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്. ഈ ബസ്സിൽ അവസാനം ഇറങ്ങിപ്പോയ ആൾക്കാരെ ഒരാളിനെ സംശയിച്ചില്ലേ, ഈ വ്യക്തിയാണ് ഭാവി എന്നൊരു സമൂഹം മുഴുവൻ നോക്കിയില്ല. അതുപോലെ തന്നെ ഈ സമൂഹം മുഴുവൻ ഒരാളിനെ കല്ലെറിയുണ്ടാവും. പക്ഷെ സത്യത്തിൽ പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ആ വ്യക്തി അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. ആ വ്യക്തിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു തിന്മയുണ്ടാവില്ല. എല്ലാവരും കല്ലെറിയേണ്ടി വന്നാൽ നമ്മളൊരു കല്ലെടുത്ത് കയ്യിൽ വയ്ക്കും. ഇതാണ് മനുഷ്യ സഹജമായ സ്വഭാവം. അപ്പോൾ എല്ലാവർക്കും ദൈവ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ പള്ളിയായാലും അമ്പലമായാലും അവരവൻ്റെ വിശ്വാസം പോലെ എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ എന്നല്ല, അതിനുവേണ്ടി ഒരു സമയം ഉണ്ടാക്കി പോകുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു വ്യത്യാസം തീർച്ചയായിട്ടും വരും. കാരണം നമ്മളെ സൃഷ്ടിച്ച ഒരു സത്യം കൂടി അതിലുണ്ട് കേട്ടോ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുകയാണ്, ഒരു വസ്തു നമ്മൾ മേടിക്കുമ്പോൾ ആ വസ്തുവിന് നമ്മളൊരു ലാഭം കൊടുക്കുന്നില്ലേ? അല്ലാണ്ട് ലോകത്ത് എന്തെങ്കിലും ഒരു വസ്തു കിട്ടുമോ? കഴിക്കുന്ന വസ്തുവാണെങ്കിലും ഉടുക്കുന്ന വസ്തുവാണെങ്കിലും ഒരു ലാഭമില്ലാത്തൊരു കച്ചവടമില്ല പറയും പോലെ സർവശക്തനായ ഭഗവാൻ നമ്മളെ എല്ലാം തികഞ്ഞൊരു വ്യക്തിയായിട്ട് ഇപ്പോൾ എത്രത്തോളം നമുക്ക് പറയാൻ കഴിയുന്നത് അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, അല്ലേ? എന്തെങ്കിലും നമുക്ക് മൊഴിയാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇന്ന് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇത്രയൊക്കെ തന്ന ദൈവത്തിന് ഒരു 5% നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലേ? 5% എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ 5% ഭാഗം ആ എല്ലാം തന്ന ദൈവത്തിന് നന്ദി പറയാനൊരു സമയം. അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയുടെ തുടക്കം. പിന്നെ എല്ലാം താനേ നമ്മുടെ ഒപ്പം വന്നോളും, അല്ലേ? അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇന്നത്തെ മെഴുക്കുവരട്ടി. ഇത് അധികം സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കൂട്ടാൻ. അപ്പോൾ ഇന്നലത്തെ എന്തൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഇത്തിരി മോരും ഇതും പിന്നെ അച്ചാറൊക്കെ കൂട്ടി ഞങ്ങൾ വേറെ ഒന്നും കഴിക്കാനേ തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മസാല ഫുഡ് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ എനിക്കും അച്ഛൻ്റെ 2 പേർക്കും ഈ ഉപ്പേരി മോരൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കുക. എന്താ പറയുക, ഈ ചൂടൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മസാല ഇട്ട
ഇതൊന്നും വലിയ ഇഷ്ടപ്പെടില്ല. സ്വാഭാവികം. നല്ലോണം മോരൊക്കെ ഒഴിച്ച് 2 ചീരമുളകൊക്കെ തിരുമ്പി 2 ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതും കൂട്ടി ഈ ഉപ്പേരിയും കൂട്ടി അച്ചാറും കൂട്ടി ഞങ്ങൾ ചോറുന്നു. ഓക്കെ, നിനക്ക് പിന്നെ ഇന്നത്തെ ഉണ്ടല്ലോ അത് കൂട്ടി നീയും ചോറുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബായ് എല്ലാവർക്കും കേട്ടോ.